നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. 2025 എന്ന പൊതുവത്സരത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും നമ്മുടെ ഒരു ഭാഗ്യവർഷമാക്കി മാറ്റുകയും ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ അതിന് അത്യാവശ്യമായിട്ട് വേണ്ട നമ്മുടെ വിദ്യാഭ്യാസത്തിനേക്കാളും നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങളെക്കാളും എല്ലാം അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ആത്മവിശ്വാസം എന്നത്, കോൺഫിഡൻസ്. ആ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും ബിൽഡപ്പ് ചെയ്യുന്നതിനും ഡെവലപ്പ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്ന 10 പോയിന്റുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നേരെ ആ 10 കാര്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, ഐഡന്റിഫൈ ആൻഡ് ചലഞ്ച് നെഗറ്റീവ് സെൽഫ് ടോക്സ്. ഏതൊരു മനുഷ്യനും തന്റെ മനസ്സിനോടായി തന്നോട് തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പരമാവധി ആളുകൾ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ, എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും ഇത് പറ്റില്ല എന്ന അർത്ഥത്തിലുള്ള ടോക്കുകളാകും നാം പരമാവധി ആളുകൾ പറയുക. എന്നാൽ ഏതൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് ടോക്കുകളാണോ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് മുഴുവൻ നാം ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനു പകരം നമ്മൾ പോസിറ്റീവ് ടോക്കുകളെ റീപ്ലേസ് ചെയ്യുക. നാം നമ്മോട് തന്നെ സംസാരിക്കുമ്പോൾ, നമ്മൾ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മളെ കുറിച്ച്, നമ്മുടെ നന്മകളും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയും ഒക്കെ ഞാൻ ഇന്നതൊക്കെ ചെയ്തല്ലോ, അപ്പൊ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും എന്ന അർത്ഥത്തിൽ നാം സെൽഫ് ടോക്കുകളെ, നെഗറ്റീവിനെ ഐഡന്റിഫൈ ചെയ്ത് പകരം പോസിറ്റീവ് ടോക്കുകളുമായി റീപ്ലേസ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്സ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ്സ്. നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തുകളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക, അതിൽ ഫോക്കസ് ചെയ്യുക. ഏതൊരാൾക്കും ഒരുപാട് വീക്ക്നെസ്സുകൾ ഉണ്ടാകും. അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റിയതാണ് എങ്കിൽ അങ്ങനെ ചെയ്യുകയും പകരം നമ്മൾ നമ്മുടെ കഴിവുകളെ കുറിച്ച്, എന്തൊക്കെ സ്ട്രെങ്ത് ആണ് എനിക്കുള്ളത് എന്നത് കൃത്യമായി ആലോചിച്ച് അവയെ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അങ്ങനെ സ്ട്രെങ്ത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയും നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നേട്ടങ്ങളെ നമ്മൾ ഓർത്തെടുക്കുകയും അതിലേക്ക് തന്നെ എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ, അപ്പോൾ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചാൽ, ഞാൻ വിചാരിച്ചാൽ നടക്കും എന്ന അർത്ഥത്തിൽ നമ്മൾ പൂർത്തീകരിച്ച നമ്മുടെ ഓരോരോ നല്ല കാര്യങ്ങളും അതോടൊപ്പം നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഭാഗവും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക, അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ്, സെറ്റ് അച്ചീവബിൾ ഗോൾസ് ആൻഡ് സെലിബ്രേറ്റ് സക്സസ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യുകയും ആ ഗോളുകൾ നമ്മൾ അച്ചീവ് ചെയ്തതിന്റെ ഭാഗമായി കിട്ടുന്ന നമ്മുടെ ആ സക്സസിനെ കൃത്യമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുക. പരമാവധി എത്രയും പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യുകയും അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും അച്ചീവ് ചെയ്യുകയും അത് അച്ചീവ് ചെയ്തതിന്റെ പേരിൽ നമ്മൾ കൃത്യമായിട്ടുള്ള സെലിബ്രേഷൻ നമ്മൾ സെൽഫായിട്ട് നമ്മൾ സ്വന്തം തന്നെ അതിനെ ആഘോഷമാക്കുക. നാലാമത്തെ പോയിന്റ്, പ്രാക്ടീസ് പോസിറ്റീവ് അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻ. നേരത്തെ നമ്മൾ സെൽഫ് ടോക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ നമ്മളോട് തന്നെ പറയുക. പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഡെയിലി റൊട്ടീനിന്റെ ഭാഗമാക്കുക. എനിക്കിത് കഴിയും, എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കും, അതിനെനിക്ക് കഴിയും, എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയും. ആ അർത്ഥത്തിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നമ്മുടെ ഡെയിലി റൊട്ടീനിന്റെ ഭാഗമാക്കി മാറ്റുക. അതോടൊപ്പം നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ, നമ്മുടെ ഗോളുകളെ നാം ലഭിച്ചതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിനെ നമ്മൾ കൃത്യമായി നമ്മുടെ മനക്കണ്ണിൽ കാണുക. ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തതും അതിന്റെ ഫലമായി നമുക്ക് ലഭിക്കാനിരിക്കുന്ന സുഖ സൗകര്യങ്ങളും സന്തോഷവും എല്ലാം നാം അനുഭവിക്കുന്നതായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ അത് കാണുക, വിഷ്വലൈസ് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ്, ഡെവലപ്പ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് ലേൺ ഫ്രം ഫെയിലിയേഴ്സ്. നമ്മുടെ എല്ലാ വിഷയത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിജയിക്കുന്നവന്റെ ഒരു മൈൻഡ് സെറ്റ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നാം സൂക്ഷിക്കുകയും എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ, അപാകതകൾ വന്നാൽ അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട്
അതിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് അതിനെ മറികടന്ന് ആ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ആറാമത്തെ പോയിന്റ്, ബിൽഡ് എ പോസിറ്റീവ് നെറ്റ്വർക്ക് ആൻഡ് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ മോട്ടീവ് ചെയ്യുന്ന നല്ലൊരു ഫ്രണ്ട്സിന്റെ നെറ്റ്വർക്ക് നാം വികസിപ്പിച്ചു കൊണ്ടിരിക്കുക. നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ ഇത്തരം കാര്യങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ആളുകളെ, നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന, നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ നൽകുന്ന ആളുകളുടെ ഒരു നെറ്റ്വർക്ക് അങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം പോസിറ്റിവിറ്റി നിറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ അടക്കുക. നമ്മുടെ ചുറ്റുപാടുകളെ പോസിറ്റിവിറ്റി നൽകുന്നതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഏഴാമത്തെ പോയിന്റ്, ടേക്ക് കെയർ ഓഫ് യുവർ മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്. നമ്മൾ ദിവസവും എക്സസൈസ് ചെയ്തുകൊണ്ടും ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടും നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യമുള്ള ഒരു ശരീരവും നല്ല ചിന്തകളും നല്ല കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യമുള്ള ഒരു മനസ്സും നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയും നമ്മുടെ സ്വന്തം വെൽബീയിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഡെയിലി റൊട്ടീൻസും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഒരു ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിക്കൊണ്ട് കറക്റ്റ് ചെയ്യുക, അതിനെ കൂടുതൽ ശ്രദ്ധിക്കുക. എട്ടാമത്തെ പോയിന്റ്, ലേൺ ടു റിസീവ് ആൻഡ് ഗീവ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. ക്രിയാത്മകമായിട്ടുള്ള, നിർമ്മാണാത്മകമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ സ്വീകരിക്കാനും അതുപോലെ അത്തരം ഫീഡ്ബാക്കുകൾ നൽകാനും നാം പഠിക്കുക. അതായത് ഒരാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് കൺസ്ട്രക്റ്റീവ്, ക്രിയാത്മകമായിട്ടുള്ള വിമർശനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കാനും, അതുപോലെ മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യം നാം വിലയിരുത്തുമ്പോൾ അതും നിർമ്മാണാത്മകവും ക്രിയാത്മകവുമായ രീതിയിൽ ഫീഡ്ബാക്ക് നൽകാനും നാം പഠിക്കുക. ഒമ്പതാമത്തെ കാര്യം, സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ആൻഡ് ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. അതായത് നമ്മൾ എല്ലായ്പ്പോഴും ഒരു കംഫർട്ട് സോണിൽ ജീവിക്കാനാണ് താല്പര്യപ്പെടുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഒരു സുഖകരമായ അവസ്ഥയിൽ, നമുക്ക് പ്രയാസമില്ലാതെ, നമ്മൾക്ക് കഷ്ടപ്പാടുകളില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുപോകുക. അതുകൊണ്ട് തന്നെ കംഫർട്ട് ആയിട്ടുള്ള സ്ഥലത്ത് ആ സോണിൽ തന്നെ ജീവിക്കാൻ നമ്മളെ അങ്ങനെ പ്രേരിപ്പിക്കും. പക്ഷേ നമ്മൾ എപ്പോഴാണോ അത് പൊട്ടിച്ച് അതിന് വിരുദ്ധമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത്, അവിടെയാണ് നമുക്ക് വിജയം വരുന്നത്, അവിടെയാണ് നമുക്ക് കോൺഫിഡന്റ് വരുന്നത്. അതുപോലെ തന്നെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ ഏറ്റെടുക്കാൻ, അതായത് നമ്മൾ റിസ്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഇന്ന കാര്യം ചെയ്യുമ്പോൾ ഇന്നാലിന്ന ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്, അതിനെ എനിക്ക് ഇങ്ങനെയൊക്കെ മറികടക്കാൻ കഴിയും എന്ന രീതിയിലുള്ള റിസ്കുകൾ ഏറ്റെടുക്കുക. അപ്പോഴാണ് നമ്മൾ ആ റിസ്കുകൾ ഏറ്റെടുക്കുകയും ആ പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റിക്കൊണ്ട് നാം ആ കാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കോൺഫിഡന്റ് വളർന്നുകൊണ്ടിരിക്കും. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു, ഇനി ഒരു പ്രതിബന്ധം എന്റെ മുന്നിലുണ്ട് എങ്കിൽ പോലും എനിക്ക് കൃത്യമായി അതിനെ തരണം ചെയ്തുകൊണ്ട് എനിക്ക് ആ കാര്യത്തെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന ഒരു ചിന്തയിലൂടെ നമുക്കൊരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പത്താമത്തെ പോയിന്റ്, പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് സെൽഫ് കമ്പാഷൻസ്. നമ്മൾ നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിന് സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷൻ പോലെ, യോഗ പോലെ നമ്മുടെ മനസ്സിന് സംതൃപ്തി വരുത്താൻ കഴിയുന്ന ഒരു നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു മൈൻഡിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അതുകൊണ്ട് ഈ 10 കാര്യങ്ങൾ നമ്മൾ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നാം പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ കൂടുതൽ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള കൂടുതൽ കാര്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.